ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സിസി പ്ലാന്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസാണ്. ഇതിൽ ബ്ലാക്കും എൻ്റെ കയ്യിൽ ഗ്രീനും ആണുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത് കാണാനായിട്ട്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ലീഫ് നമുക്ക് ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം അതിൽ വേര് മുളപ്പിച്ചിട്ട് ഈ ഒരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ട് കാര്യത്തിൽ നമുക്ക് ഈ ഒരു ചെടിയെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. തണ്ട് മുറിച്ചിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും വണ്ണത്തിലുള്ള ഒരു തണ്ട് വേണം നമ്മൾ ഏറ്റവും അടിഭാഗത്തായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഏകദേശം 3 ഇലകൾ വിട്ടിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഇത് മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. മണ്ണിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ മണ്ണും ചകിരിച്ചോറുണ്ടെങ്കിൽ അതും കൂടെ പിന്നെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട്. ഇനി മണ്ണില്ല എന്നുണ്ടെങ്കിൽ പൂഴി ഉണ്ടെങ്കിൽ അതായാലും മതി. എന്നിട്ട് വേണം ഇത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും. ഈ ഒരു ചെടിയിൽ ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഓവർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുരടിന് തന്നെ ഇത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചീച്ചിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും ഇലകളിൽ തളിച്ച് കൊടുക്കുന്നതും ഈ ചെടി നമുക്ക് ചീഞ്ഞ് പോവാതെ സഹായിക്കും. ആ ഒരു സമയത്ത് നമ്മൾ 2-3 ദിവസം ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ആ ഒരു മഞ്ഞൾ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ദിവസം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ ഒരു ചെടി നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തത്. ഇത് കുട്ടികളൊന്നും ഇതിൻ്റെ ലീഫ് കടിച്ചു പോവാതെ നോക്കണം. ഇത് വിഷമുള്ളൊരു ലീഫും കൂടിയാണിത്. അതേപോലെ നമ്മളെ വീട്ടിലുള്ള പെറ്റുകളൊന്നും ഈ ലീഫ് കടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിഷാംശമുള്ള ഈ ലീഫാണിത്. ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണിത്. ഒറ്റ ലീഫ് കൊണ്ട് നമ്മളെ പോട്ട് നല്ല തിങ്ങി വളരുന്ന നല്ലൊരു ചെടി കൂടിയാണിത്. പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു ചെടിയാണിത്. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.